Good morning. Good morning. പൊട്ടിക്കട്ടെ. ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ ആയിട്ട് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നടക്കാൻ പോയിട്ട് വന്നിട്ട് എന്താ ചായയൊക്കെ വെക്കുകയാണ്. അപ്പോഴേക്കും എന്താ ബർഫീനായിട്ട് അഴിച്ചു കിട്ടും. അപ്പോൾ ഇപ്പോൾ ഭയങ്കര വികൃതിയാണ് കേട്ടോ. അങ്ങനെ അവൻ്റെ വീഡിയോസ് ഒന്നും ആരും കാണാനില്ല എന്ന് പറഞ്ഞു. ജിത്തു എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ജിത്തുവിന് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു. എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് ഇതാ കുളിച്ച് വന്നു കേട്ടോ. ഇനി ഇത് റിപ്പബ്ലിക് ഡേ ആയത് കാരണം നമ്മുടെ അസോസിയേഷൻ്റെ പതാക ഉയർത്തലുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകാൻ പോവാണ്. റെഡി ആയിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ പോവാണേ. അങ്ങനെ റെഡിയായി ഞാൻ അങ്ങോട്ട് പോവാണ്. ബർഫി ആണെങ്കിൽ ഒരാളെ ഇപ്പോൾ ഗേറ്റിൻ്റെ പുറത്തോട്ട് വിടില്ല. അവനെ പിടിച്ച് കുറേ നേരം കളിപ്പിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുറ്റത്തോട്ടൊന്ന് ഇറങ്ങാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അതിനൊക്കെ പോയി വന്നിട്ട് വേണം. ഇന്ന് ഏട്ടൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. കുറേ ദിവസമായി വീട്ടിലോട്ട് പോയിട്ട്. അപ്പോൾ ബർഫിക്കൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ സ്നേഹതീരത്തിൻ്റെ ഓഫീസ്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെന്നപ്പോഴേക്കും നമ്മുടെ എക്സിക്യൂട്ടീവിലുള്ള ചേട്ടന്മാരും എൻ്റെ ഏട്ടനും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ഡെക്കറേഷൻ പണിയിലായിരുന്നു. ഒരു കുരുത്തോലയൊക്കെ കൊണ്ടുവന്നിട്ട് അതൊക്കെ ഇങ്ങനെ കെട്ടി തൂക്കിയൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതാ എൻ്റെ ഫ്രണ്ടാണ് രേഷ്മ കേട്ടോ. രേഷ്മയുടെ മോളും ഇതാ നമ്മുടെ അടുത്തുള്ള വീട്ടിലെ കുട്ടികളൊക്കെ ആയിട്ട് അടുത്തുള്ള നമ്മുടെ അസോസിയേഷനിലുള്ള കുട്ടികളായിട്ട് ഇവരൊക്കെ അങ്ങനെ അവരുമായിട്ടൊക്കെ കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. ദർശികാണെങ്കിൽ എന്ത് പറയണമെന്ന് തന്നെ അറിയില്ല. അവൻ തലയിട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ട് തന്നെ ഇരിക്കുക. അപ്പോഴേക്കും കുട്ടികളും ആൾക്കാരും ഒക്കെ അവിടേക്ക് എത്താൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ പൊതുവേ എല്ലാ പ്രാവശ്യത്തിനേക്കാളും ഭയങ്കര ആൾക്കാർ കുറവായിരുന്നു. ഇന്ന് സൺഡേ ആണ്. പിന്നെ കുറേ മുഹൂർത്തമൊക്കെ ഉള്ള ദിവസമായത് കാരണം എല്ലാവരും കല്യാണങ്ങൾക്കും ഓരോ വിശേഷങ്ങൾക്കൊക്കെ പോയി. അങ്ങനെ പിന്നെ പതാക ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മൾ വന്ന ആൾക്കാരൊക്കെ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പിടിച്ച് നിർത്തി. അങ്ങനെ എല്ലാവരും കൂടി വന്ന് നമുക്ക് പതാക ഉയർത്തൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് കുട്ടേട്ടനാട്ടോ പതാകയൊക്കെ ഉയർത്തിയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും നാഷണൽ ആന്തമൊക്കെ ചൊല്ലി കേട്ടോ അവിടെ നിന്ന്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് കുട്ടേട്ടൻ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുകയൊക്കെ ചെയ്തു. പിന്നെ നമ്മുടെ അസോസിയേഷനിൽ ഒരുപാട് എക്സ് മിലിറ്ററിക്കാരുണ്ട് കേട്ടോ. അങ്ങനെ അവരും ഒക്കെ വന്ന് മൈക്കൊക്കെ വാങ്ങി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മുടെ സതീഷ് ഏട്ടൻ, അതായത് നമ്മുടെ എപ്പോഴും പറയാറില്ലേ പപ്പി ചേച്ചിന്ന്, ചേച്ചിയുടെ ഹസ്ബൻഡ് ആട്ടോ സതീഷ് ഏട്ടൻ, എക്സ് എയർഫോഴ്സാണ് ആളും. വന്നിന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുവിധം കുറേ ആൾക്കാരൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് എനിക്കിനി വീട്ടിലേക്ക് പോകണമല്ലോ. അപ്പോൾ ഞാനത് കുറച്ച് നേരം അവിടെ നിന്ന് കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലോട്ട് ഓടിപ്പോയി. ഇനി ആ പണിയൊക്കെ തീർത്ത് എല്ലാം ചെയ്ത് വെച്ചിട്ട് വേണമല്ലോ നമുക്കിനി ഏട്ടൻ്റെ വീട്ടിലോട്ട് പോകാൻ. അങ്ങനെ നേരെ ഓടി വന്ന് ദോശയൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി കേട്ടോ. എപ്പോഴും എന്ത് സാധനം എടുത്താലും കയ്യിൽ നിന്ന് അങ്ങ് വീണ് പൊട്ടിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാം സ്റ്റീൽ പാത്രങ്ങളെ യൂസ് ചെയ്യാറുള്ളൂ. ഗ്ലാസും അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും എൻ്റെ പാത്രങ്ങൾ താഴെ വീണ് പൊട്ടി പോകാറുണ്ട്. കഴിച്ചിട്ട് വേണം നമുക്കിനി അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടേ. അപ്പോൾ രാവിലെ കഴിച്ചിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പാത്രം വീഴുന്ന ശബ്ദം കേട്ടാൽ വിചാരിച്ചോണം ഞാൻ അടുക്കളയിലുണ്ടെന്ന് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചായ നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇന്നിപ്പോൾ ചട്നി അരയ്ക്കേണ്ട മടിക്ക് ഞാൻ വേഗം പോയി കട്ടൻ ചായ ഉണ്ടാക്കിയതാണ്. കുറച്ച് ചട്നി ഇന്നലത്തത് തക്കാളി ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് അരച്ച ചമ്മന്തി ഉണ്ടല്ലോ അതുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വെറുതെ ഇനി അരച്ചിട്ട് ഇനി അതും കൂടി കഴുകാൻ വയ്യാന്നുള്ള മടിയിൽ ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കിയതാണ്. അപ്പോഴേക്കും ഏട്ടനും പിള്ളേരും ഒക്കെ ഇങ്ങ് എത്തി കേട്ടോ. പിന്നെ ഏട്ടൻ വന്നതാണ് എല്ലാവർക്കും വിളമ്പിയൊക്കെ കൊടുത്ത്. അങ്ങനെ അവരൊക്കെ കഴിച്ചു കഴിഞ്ഞു, ഞങ്ങളുമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളിതാ വണ്ടി എടുത്ത് അങ്ങോട്ട് പോവുകയാണ്. പോണ വഴിക്ക് കുറച്ച് ബീഫ് വാങ്ങിയിട്ട് വരണേന്ന് പറഞ്ഞു അമ്മ. അപ്പം ഞങ്ങളൊരു കട നോക്കിയപ്പോൾ അവിടെ ഞങ്ങൾ സ്ഥിരം വാങ്ങിക്കുന്ന കടയിലില്ല. അങ്ങനെ വേറൊരു കടയിൽ പോയി ഞങ്ങൾ ബീഫൊക്കെ വാങ്ങി. ചേട്ടൻ എത്ര പെട്ടെന്നറിയോ, എന്ത് മൂർച്ചയെന്നറിയോ കത്തിക്ക്, നമ്മുടെയൊക്കെ കൈ മുറിഞ്ഞു പോവും, അങ്ങനത്തെ മൂർച്ചയാണ് കത്തി. ഇങ്ങനെ നല്ലോണം കൊത്തി അരിഞ്ഞൊക്കെ തന്ന കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് ഉള്ളിയും പച്ചമുളകൊക്കെ വാങ്ങിക്കേണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ മേടിച്ചു. ഭയങ്കര ആൾക്കാരായിരുന്നു കേട്ടോ. അത് കാരണം മെല്ലെ എനിക്ക് കിട്ടി. ഞാൻ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ അതുമൊക്കെ മേടിച്ച് ഞാൻ ഗൂഗിൾ പേ ഒക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞങ്ങളിതാ വീണ്ടും വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ കയറി കേട്ടോ. വണ്ടിയിൽ കയറി ഒന്ന് മുന്നിലേക്ക് പോയപ്പോഴാണ് അവിടെ നല്ല ബജ്ജിയും പഴംപൊരിയൊക്കെ ചൂടോടെ വറുത്തിടുന്നുണ്ടായിരുന്നു. അപ്പം എന്തായാലും വീട്ടിലേക്ക് പോവില്ലേ, അപ്പം ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബജ്ജിയും സമൂസയും പഴംപൊരിയും ഒക്കെ ജിത്തുതാ വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. അന്നിട്ട വീഡിയോയിൽ പാടമൊക്കെ പച്ച കളറിലായിരുന്നേ. ഇപ്പം നെല്ലൊക്കെ അങ്ങ് മൂത്ത് വിളഞ്ഞിട്ട് നല്ല മഞ്ഞ കളറായിട്ടുണ്ട് കേട്ടോ.
അപ്പം ഇതാ വീട്ടിലോട്ട് എത്തി. അമ്മ ദാ ഗേറ്റൊക്കെ ഇങ്ങനെ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു ഡയറക്റ്റായിട്ട് വണ്ടി കയറ്റാൻ വേണ്ടിയിട്ട്. നമ്മൾ വണ്ടി വീട്ടിനകത്തോട്ട് കയറ്റി, വീട്ടിനകത്തല്ല ഗേറ്റിൻ്റെ ഉള്ളിലോട്ട് കയറ്റി. ഇങ്ങനെ വീട്ടിലോട്ട് ചെന്നപ്പോൾ അപ്പുറത്ത് സുജാതീച്ചിൻ്റെ വീട്ടിൽ ആകെ ഒരു ബഹളം. അവിടെ അഞ്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ചേച്ചിയുടെ മോളാണേ. പിന്നെ ഞങ്ങൾ വന്നതിൻ്റെ പിറകെ അച്ഛനും എത്തിയിട്ടുണ്ടായിരുന്നു. അമ്മ ഞങ്ങൾ വന്ന ഉടനെ തന്നെ ഓടിപ്പോയി ചായയൊക്കെ വയ്ക്കാൻ വേണ്ടി പോയിട്ടോ. ഞാൻ പാത്രമൊക്കെ തുറന്ന് നോക്കിയപ്പോൾ അമ്മ പുളിശ്ശേരിയല്ല മോര് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചായയും ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ചെട്ടിക്കായ ഉണ്ടായിട്ടുണ്ട്, പറിച്ചെടുത്തോളാൻ പറഞ്ഞത്. അങ്ങനെ ഏട്ടൻ മതിലിൻ്റെ മേളിലൊക്കെ കയറി കായൊക്കെ പറിച്ച് വന്ന് കഴിഞ്ഞ് നോക്കിയപ്പോഴുണ്ടല്ലോ നിറയെ തക്കാളി പിടിച്ച് കിടക്കുക. അപ്പോൾ ഞാൻ അതിലൊരു പഴുത്ത തക്കാളി കണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇങ്ങനെ ഞാൻ പിച്ചെടുത്തേ. പക്ഷെ നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ നാളായി വന്നിട്ട്, അത് കാരണമാവും വഴുതനങ്ങയും ഒക്കെ നല്ലോണം പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ചായയൊക്കെ കുടിക്കുക എല്ലാം കഴിഞ്ഞപ്പോഴത്തേന് ബീഫൊക്കെ വന്ന് നേരെ ആക്കി കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നത് അറിഞ്ഞപ്പോൾ അപ്പുറത്തെ വീട്ടിലെ അങ്കിള് ഞങ്ങളുമായിട്ട് കുറേ നേരം സംസാരിച്ചു. അങ്കിളിൻ്റെ അവിടെ വഴുതനങ്ങയുടെ കൃഷിയുണ്ട്. അങ്കിൾ കുറേ വഴുതനങ്ങയൊക്കെ ഇങ്ങോട്ട് തന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കൊണ്ടുവന്ന് ഞാൻ ഇവിടെ വെച്ച് ബീഫും ഒക്കെ വേവിക്കാനായിട്ട് അടുപ്പത്തോട്ട് വെച്ച് പിന്നെ ഉള്ളിയൊക്കെ ഇങ്ങ് അരിഞ്ഞ് റെഡിയാക്കിയൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ അടുപ്പത്തോട്ട് പോയി നോക്കിയപ്പോൾ അമ്മ അവിടെ കായയും പയറും കൂടിയൊക്കെ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഇളക്കി അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എവിടെ വെക്കണമെന്നറിയില്ല. അപ്പം അമ്മ എടുത്ത് വെച്ചപ്പോൾ അമ്മ അടുപ്പിൻ്റെ അവിടെ തന്നെ വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അതൊക്കെ വെച്ചിട്ട് കറി വെക്കാൻ തുടങ്ങുമ്പോൾ ഇതാ മതിലിൻ്റെ അവിടെ സുജാതീച്ചി കണ്ടോ. ചേച്ചി എപ്പോഴും അവിടെ അങ്ങനെ നമ്മളോട്ട് കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ചേച്ചിയായിട്ട് ഇന്ന് സംസാരിച്ചുകൊണ്ട് ഇന്ന് കറിയൊക്കെ വെക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചപ്പോൾ മത്തിയാണെന്ന് പറഞ്ഞു. കറിയും വറുക്കാനും ഒക്കെ ചെയ്തിട്ട് വെച്ചേക്കുകയാണ്. അപ്പം ഞാനവിടെ ബീഫിൻ്റെ പണിയിലായിരുന്നു. ഇന്ന് സംസാരിച്ചുകൊണ്ട് ഇന്ന് അങ്ങനെ കറിയൊക്കെ വെക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ഈ രണ്ടെണ്ണവും കൂടി കിണറിനകത്ത് വീഴുവോ വീഴത്തില്ലേ എന്നുള്ള രീതിയിലാണ് നിന്ന് കളിക്കുന്നത്. വീണാലും അത്ര ആഴമില്ലാത്തതുകൊണ്ട് പൊക്കിയെടുക്കാൻ പറ്റുമായിരിക്കും. പിന്നെ കറിവേപ്പില ഇല്ലായിരുന്നു. കറിവേപ്പില അങ്ങനെ ഞാൻ പോയി ഒടിച്ചുകൊണ്ടൊക്കെ വന്നു കേട്ടോ. ഞാൻ ഒരബദ്ധം കാണിച്ചു. തവി ആ അടുപ്പത്ത് തന്നെ വെച്ചിട്ട് പോയി. തിരിച്ചു വന്നപ്പോഴേക്കും തൊടാൻ പറ്റുന്നില്ല, അങ്ങനെ ചൂടായിരുന്നു. അങ്ങനെ ഞാൻ തുണിയൊക്കെ വെച്ച് പിടിച്ചിട്ട് നന്നായിട്ട് ഉള്ളിയൊക്കെ ഇങ്ങോട്ട് വഴറ്റി അരപ്പൊക്കെ മൂപ്പിച്ചൊക്കെ എടുത്തു കേട്ടോ. എന്നിട്ട് അതിനകത്തോട്ട് നമ്മുടെ പൊടികളെല്ലാം ചേർത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ചൂടായിരുന്നു കേട്ടോ. ആ വിറകാണെങ്കിൽ പെട്ടെന്ന് നന്നായിട്ട് കത്തിയിട്ട് നല്ല ചൂടായിരുന്നു. അങ്ങനെ ഞാൻ ബീഫിൻ്റെ വേവിച്ച് അതൊക്കെ ഇങ്ങോട്ട് ഒഴിച്ച് സത്യമായിട്ടും കാറ്റ് അങ്ങോട്ട് ആയതുകൊണ്ടായിരിക്കും നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര പുകയും ചൂടും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് എൻ്റെ ഭാഗത്തോട്ട് തന്നെ കേട്ടോ വന്നത്. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ കുക്ക് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഇങ്ങനെ വിറകടുപ്പിലുണ്ടാക്കുന്ന ഇതിനൊക്കെ ഭയങ്കര ടേസ്റ്റ് അല്ലേ. പിന്നെ അമ്മ എനിക്ക് കുരുമുളകൊക്കെ പൊടിച്ചുകൊണ്ട് തന്നു കേട്ടോ. അമ്മ കുറേ നേരമായിട്ട് ജോലി ചെയ്യുന്ന കാരണം അമ്മ അവിടെ കുറേ നേരം റെസ്റ്റൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞു അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. പിന്നെ എപ്പോൾ ചെന്നാലും ഞാൻ തന്നെയാണ് നോണൊക്കെ ചെയ്യുന്നത്. പിന്നെ അടുത്ത വീട്ടിൽ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, അമ്മയെ കാണാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ആ ചേച്ചിയൊക്കെ വന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ കറിയൊക്കെ ഇതാ ഏകദേശം റെഡിയായി. ചൂട് കാരണം സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഞാൻ ഒരു വിറകൊക്കെ എടുത്ത് കളഞ്ഞു കേട്ടോ. കാരണം ഭയങ്കര ചൂടാണ്, എന്ത് വിറകാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ പിന്നെ ഇതാ കുരുമുളകൊക്കെ അമ്മ പൊടിച്ചുകൊണ്ട് വന്നത് ബാലൻസ് ഉണ്ടായിരുന്നേക്ക് ഞാൻ കുപ്പിയിലാക്കി. പിന്നെ കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ട് നമ്മുടെ ബീഫ് കറി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ബീഫ് റോസ്റ്റൊക്കെ നമുക്ക് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ജോലിയൊക്കെ തീർന്നു. അപ്പോൾ ഇതാ സുജയിച്ചിട്ട് വീട്ടിലോട്ട് പോവുകയാണ്. ഇത് അഞ്ജുവിൻ്റെ മോനാട്ടോ, മൂത്ത കുട്ടിയാണ്. അവർ ചെന്നൈയിലാണ് സെറ്റിൽഡ് ആയേക്കണേ. ഇതാ അവളിപ്പോൾ വെറുതെ ഒന്ന് വീട്ടിലേക്ക് വന്നതാണ്. അങ്ങനെ സുജയിച്ച് എനിക്കൊരു പരിപ്പ് വടയൊക്കെ തന്നു കേട്ടോ. അതൊക്കെ കഴിച്ചിട്ട് നോക്കുമ്പോൾ സുജയിച്ച് മീൻകറിയും ഒക്കെ ഉണ്ടാക്കി വെച്ചു. എന്നോട് പറഞ്ഞു നീ ഉണ്ടാക്കുന്ന കണക്കത്തെ മീൻകറി ആയിട്ടോ, ഞാൻ നിൻ്റെ വീഡിയോയിൽ നോക്കി ഉണ്ടാക്കിയതാന്നൊക്കെ. ഇതാട്ടോ ചോട്ടു, അഞ്ജുവിൻ്റെ ഇളയ മോനാണേ. ആ പിറകിലേക്കായിട്ട് ചിരിയുടെ ഉടമ ഇവനാട്ടോ. ഞാൻ കുറേ നേരം പിന്നെയും പറഞ്ഞു കേട്ടോ ഒന്ന് ചിരിക്ക്, പിന്നെ ഞാൻ വൈറലാക്കി തരാമെന്നൊക്കെ. പക്ഷെ അവൻ ചിരിച്ചത് തന്നെയില്ല. പിന്നെ ചിരിക്കുന്നുണ്ടെങ്കിലും അവൻ ഈ ശബ്ദമൊക്കെ അടക്കി പിടിച്ചിട്ട് നമ്മൾ കാണാണ്ട് മെല്ലെ പോയി ഇരുന്ന് ചിരിക്കുകയായിരുന്നു. ഉറക്കെ ചിരിച്ചത് തന്നെയില്ല. പിന്നെ ഞാൻ അവിടുന്ന് ഞങ്ങൾ ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങി. അവരൊക്കെ ഊണ് കഴിക്കാൻ തുടങ്ങാൻ പോവായിരുന്നു. അപ്പം ഞങ്ങൾക്കും ഊണ് കഴിക്കണമല്ലോ. അങ്ങനെ അവിടുന്ന് ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങി കേട്ടോ. വീട്ടിലോട്ട് വന്നപ്പോഴാട്ടോ പഴംപൊരി ഉണ്ടായിരുന്നു ഓർമ്മ വന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, ബീഫും പഴംപൊരി എടുത്തങ്ങ് കഴിക്കാൻ നോക്കിയേ. അച്ചുട്ടി ഇങ്ങനെ അടുത്ത് നിന്നിട്ട് എനിക്കെന്താന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ കൊതി പെടണ്ടെന്ന് വെച്ചിട്ട് വേഗം ഞാൻ അവളുടെ വായിലോട്ടും വെച്ചു കൊടുത്തേ. അമ്മയ്ക്ക് പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല. കുറേ പറഞ്ഞു, അമ്മ പിന്നെ ഇല്ല കഴിക്കില്ല പറഞ്ഞു. അവസാനം ഞങ്ങൾ കഴിപ്പിച്ചു കേട്ടോ. അവസാനം അമ്മയുടെ മുഖം കണ്ട് എനിക്ക് ചിരി വന്നു കേട്ടാ. പിന്നെ ഇതാ ഈ കിടക്കുന്ന സാധനമില്ലേ, ഇത് ചുണ്ടയ്ക്കായിട്ടാ. ഇത് ഉണക്കിയിട്ട് കൊണ്ടാട്ടം ഉണ്ടാക്കിയിട്ട് കഴിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ചെടി ഇതാണ്.
പക്ഷെ കായൊന്നും കാണാനില്ല. അമ്മി പൊട്ടിച്ചെടുത്ത് തോന്നുന്നു. ഇതാണ് ചുണ്ടയ്ക്കയുടെ ചെടി. അപ്പോഴേക്കും അച്ഛൻ നമുക്ക് ഊണ് കഴിക്കാനുള്ള ഇലയൊക്കെ അവിടെ നിന്ന് മുറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അച്ഛൻ ഇലയൊക്കെ മുറിച്ച് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരുന്ന സമയം കൊണ്ട് ഞാനും ഏട്ടനും കൂടിയിട്ട് അതാ ചോറും കറികളും ഒക്കെ കൊണ്ടുവന്ന് വിളമ്പി വെച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ എല്ലാവരും കൂടി ഇരുന്ന് അതാ അച്ഛന് വിളമ്പിയൊക്കെ കൊടുത്ത് ഞങ്ങളെല്ലാവരും ഒപ്പം ഇരുന്നങ്ങ് ചോറ് കഴിച്ചേ. ഞങ്ങളുടെ ഊണ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് അവിടെ കുടുംബശ്രീക്കുള്ള ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലായിരുന്നു കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം ഇതാ വീട്ടിലേക്ക് എല്ലാ സാധനങ്ങളും കെട്ടിപ്പറക്കുകയും കൊണ്ടുപോകാം കേട്ടോ. ബർഫിക്കുള്ള ചോറും ഒക്കെ വേണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ അവർക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് പോന്നു. പ്രാക്ടീസ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്തുള്ളൊരു മുരുകൻ്റെ അമ്പലത്തിൽ നമ്മളോട് തിരുവാതിരക്കളി കളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പ്രാക്ടീസാണ്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ അച്ചുട്ടി നൊങ്ക് വാങ്ങിക്കണം പറഞ്ഞിട്ട് ബഹളമായിരുന്നു. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതാ നൊങ്കൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അയ്യോ, ഇത് പറയാൻ മറന്നേ, നമ്മൾ പോകുന്ന വഴിക്ക് ഷൊർണൂർ തന്നെ ഇതേപോലെ മതിലിൻ്റെ മുകളിൽ ഇങ്ങനെ ഓരോ രൂപങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര രസമായിട്ടാട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ അവിടെ നിന്ന് ചേട്ടന്മാർ ഇന്ന് വരയ്ക്കുന്ന കണ്ടായിരുന്നു. ഇപ്രാവശ്യം ഇന്ന് വരയ്ക്കുന്നത് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് സൺഡേ ആയത് കാരണം വരയ്ക്കുന്നതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു അവർ വരച്ചേക്കുന്നത് കാണാനേ. കൊളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ നല്ലൊരു പട്ടിക്കുട്ടി കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ മുതൽ 2 പേർക്ക് അവരെ കണ്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ ജിത്തു ഒരു പാക്കറ്റ് ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് അവനിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുറേ ആയിട്ട് അടുത്തോട്ട് വിളിച്ചിട്ടൊന്നും അത് വരുന്നില്ല കേട്ടോ. അങ്ങനെ ജിത്തു കുറേ നേരം ശ്രമിച്ചു. പക്ഷെ ഞങ്ങൾ പറഞ്ഞു പോകണ്ട, ഇനി അതിൻ്റെ അമ്മ വന്നിട്ട് കടിച്ചാലോ എന്ന് വെച്ചിട്ട് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പം കുറേ നേരം ട്രൈ ചെയ്തു. പക്ഷെ അത് അടുത്തേക്ക് വന്നാനില്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ വീട്ടിലോട്ടെത്തി. ഇനി പ്രാക്ടീസിന് പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ പ്രാക്ടീസിനുള്ള കുട്ടികളൊക്കെ വന്ന് ഗ്രൗണ്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി തിരുവാതിരക്കളിയുടെ പ്രാക്ടീസൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അച്ചുട്ടിക്കും അഞ്ചു എന്ന് പറയുന്ന വേറൊരു കുട്ടിയുണ്ട്, അവർക്കും കൂടിയിട്ട് വേറൊരു സെമി ക്ലാസിക്കൽ ഡാൻസും പിന്നെ ഞങ്ങളിതാ തിരുവാതിരക്കളിയുടെ പ്രാക്ടീസും ഒക്കെ ആയിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വൈകുന്നേരം നമുക്കൊരു വെഡ്ഡിങ് റിസപ്ഷൻ ഉണ്ട്. ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ അനിയൻ്റെ കല്യാണമാണ്. അപ്പം ഞാൻ അവിടുന്ന് ധൃതി പിടിച്ച് ഓടി വന്നതാണ്. ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ റിസപ്ഷൻ ഹാളിലോട്ടെത്തി. തിരക്കെന്ന് പറഞ്ഞാലും പോരാട്ടോ, ഭയങ്കര തിരക്ക് തന്നെയായിരുന്നു. എല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്ന സമയം ഉണ്ടായിരുന്നു. ഈ ചേട്ടൻ്റെ പാട്ടുണ്ടല്ലോ, ശബ്ദം എന്ന് പറഞ്ഞാലും പോരാ. പിള്ളേരെയൊന്നും കൊണ്ടുപോയില്ല, ഞാനും ഏട്ടൻ്റെ മാത്രം ഇപ്രാവശ്യം പോയുള്ളൂ കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് കുട്ടികളില്ലാണ്ട് ഒരു ഫംഗ്ഷന് പോകുന്നത്. ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പം ലൈവായിട്ട് ദോശയും അപ്പവും പൊറാട്ടയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് കഴിച്ചു. ഞാൻ ദോശ കേട്ടോ കഴിച്ചത്. അങ്ങനെ പിന്നെ ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓപ്പോസിറ്റ് വാർഡിൻ്റെ കൗൺസിലറും കൂടിയാണ് കേട്ടോ, വിബിൻ എന്നാണ് പേര്. അപ്പം അങ്ങനെ അവനുമായിട്ടൊക്കെ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന് നമ്മൾ ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു ഐസ്ക്രീം വാങ്ങി കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറേ ആൾക്കാരുടെ അടുത്തൊക്കെ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ പോകുന്നു കേട്ടോ. പിന്നെ പിള്ളേരൊന്ന് സോപ്പിടാൻ വേണ്ടിയിട്ട് അവർക്ക് 2 ഡയറി മിൽക്കും വാങ്ങി. പിന്നെ ഉച്ചത്ത് ബീഫ് കറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ വീട്ടിൽ നിന്ന്. അത് കാരണം അവർക്കുള്ള പൊറാട്ടയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ ഈ മിനി വ്ളോഗ് ഇവിടെ നിർത്തുകയാണ്. ടാറ്റ ബൈ ബൈ.